ഇന്നലെ ഹനാൻ ഷാ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദമാമിലുണ്ടായ പ്രോഗ്രാമിൽ ഹനാൻ ഷാക്ക് കൃത്യമായിട്ട് അവിടെ പാടാനോ അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാനോ ഉള്ള ഒരു സ്പേസ് അവിടുത്തെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ചെയ്തു കൊടുത്തില്ല എന്നുള്ളതിൻ്റെ മുകളിൽ കുറേ കിയോ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഹീ ഈസ് ദ ടോപ്പ് ക്രൗഡ് പുള്ളർ നൗ ഇൻ കേരള എന്നാണ്. ഇന്നലെ നൈറ്റോടുകൂടി വന്ന ന്യൂസുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്താണ് ഹനാൻ ഷായുടെ ഒരു സുപ്രമസി എന്നുള്ളത്. ഓക്കെ, കാസർഗോഡ് ഫ്ലീ. ആക്ച്വലി ഈ പ്രോഗ്രാമിന് ഞാനും പോകേണ്ടതായിരുന്നു. ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ഇതിന് മുമ്പ് അവിടെ നടന്ന 2-3 ഇവൻറ്റിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് വേറെ വൈബാണ്, ടു ബി ഹോണസ്റ്റ്. ഭയങ്കര വൈബാണ് കാസർഗോഡ്. കാരണം ക്രൗഡ് അടിപൊളിയാണ്, മോർ ഓഫ് ഫാമിലി ക്രൗഡ്സ് വരും, അങ്ങനെ ഭയങ്കര രസമാണ്. പിന്നെ ആ ഒരു ഭാഷയും അവിടുത്തെ ഒരു ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബ് പരിപാടിയും ഭയങ്കര സ്ഥലവും. അപ്പോൾ അവിടെ കാസർഗോഡ് ഫ്ലീ നടക്കുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സ് കാസർഗോഡിൻ്റെ പേജുകളിലൊക്കെ ഞാൻ കണ്ട സമയത്ത് ഭയങ്കര രസമുള്ള പരിപാടി. അപ്പോൾ എല്ലാ നാട്ടിലും ഇല്ലടേ. ഇപ്പോൾ മലപ്പുറത്തൊക്കെ ഞങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ കാർണിവൽ ഫ്ലീ പരിപാടികളൊക്കെ വളരെ കുറവാണ്. കാലിക്കറ്റ് സൈഡിലേക്ക് കുറച്ച് കൂടുതലുണ്ട്. കാസർഗോഡ് ഇപ്പോൾ അടുത്തായിട്ട് ഇത് ഭയങ്കരമായിട്ടൊരു ട്രെൻഡിൽ വരുന്ന പരിപാടി കുറച്ച് വർഷങ്ങളായിട്ട്. ഹനാൻ ഷാ ഫ്ലീക്ക് വരിക എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. ടിക്കറ്റ് സെയിലിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു. എനിക്കിതിനകത്ത് കുറേ ഡൗട്ടുകൾ സൊസൈറ്റിയോട് ചോദിക്കാനുണ്ട്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തിനാണ് ഈ 2K കിഡ്സിനെ ചീത്ത പറയുന്നത്? ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തിനാണ് 2K കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ഐഫോണ്, ബൈക്ക്, കാറ്, റീൽസ്, 2K കിഡ്സ്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഈ 2K ജനറേഷനെ കുറ്റം പറയുന്ന 90s ഓർ അതിന് മുമ്പുള്ളവർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ആരാണ് ഈ ഇവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യുന്നത്? ഈ 2K കിഡ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവരിൽ നിന്ന് കാശ് കിട്ടാനോ ഇവരിൽ നിന്ന് വിസിബിലിറ്റി കിട്ടാനോ ഇവരെ യൂസ് ചെയ്തിട്ട് ഒരു ഇവൻറ്റ് വെക്കുന്നത് 90s കിഡ്സും അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ളവരും അല്ലേ? നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ട് ആ ഇവൻറ്റിലേക്ക് നിങ്ങൾ ടാർഗറ്റഡ് ഓഡിയൻസ് ആയി കൊണ്ടുവരുന്ന 2K കിഡ്സ് വന്നിട്ട് അവരുടെ ക്രൗഡിൻ്റെ എണ്ണം കൂടുമ്പോൾ നിങ്ങൾക്ക് എന്താ എത്ര വലിയ പൊളിയുന്നത്? പിന്നെ ഈ കുറ്റം പറയുന്നവർ, ഈ വന്ന ക്രൗഡ് അടിച്ചു പൊളിച്ചു, ഇങ്ങനെ കാട്ടി അങ്ങനെ കാട്ടി, തല്ലുണ്ടായി, ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ട് ഞാൻ പല കണ്ടൻറ്റും ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പണ്ട് നാട്ടിൽ കോളേജിലടി, ഹോട്ടലിലടി, റോട്ടിലടി, കല്യാണ വീട്ടിലടി ഇതൊക്കെ നടന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് പുറത്ത് വന്നിട്ടില്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഗാനമേള ഉണ്ടാകുമ്പോൾ എത്ര അടി ഉണ്ടായിട്ടുണ്ട്, ഉത്സവപ്പറമ്പിൽ എത്ര തല്ലുംപിടി ഉണ്ടായിട്ടുണ്ട്. അതൊരു സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് പുറത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി വന്നിട്ടില്ല, അതിൻ്റെ ഒരു ഗ്രാവിറ്റി വന്നിട്ടില്ല. ഇപ്പോഴും മാസമായിട്ട് പൂരപ്പറമ്പിൽ അടി ഉണ്ടാക്കിയതിനെ കുറിച്ചും ഉത്സവത്തിന് അടി ഉണ്ടാക്കിയതിനെ കുറിച്ചും നേർച്ചയ്ക്ക് അടി ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ള ആളുകൾ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ 2Kയുടെ നെഞ്ചത്തേക്ക് ഓടി കയറുന്നത്? ഒരു പരിധി വരെ ഇത് എല്ലാവരുടെയും മിസ്റ്റേക്ക് അല്ലേ? അപ്പോൾ എന്താണെങ്കിലും ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായി തിക്കും തിരക്കും. സംഘാടകർക്കെതിരെ കീഴിൽ പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് FIR. ഓക്കെ, ഇതാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതലേ പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചിട്ടാണ് പല സംഘാടകരും പല പ്രോഗ്രാംസും നടത്താറ്. അവർക്ക് അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓഡിയൻസിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും അല്ലെങ്കിൽ ബാക്കി പരിപാടികളും ചെയ്ത് ടിക്കറ്റ് സൈറ്റ്സുള്ള പരിപാടിയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്ത് അവർക്ക് ഓക്യുപ്പൻസി ഇപ്പോൾ ഒരു 200-300 ആളുകൾ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ 20,000 ആളെ കിട്ടും. ആ രീതിയിൽ ഇവരെന്ത് ചെയ്യും? ഇവരുടെ പ്രോഗ്രാം പുഷ് ചെയ്യും. കാസർഗോഡ് ഏറെക്കുറെ ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഭവ്യ, ഇതിൽ തുടക്കത്തിൽ തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരും. അത്രത്തോളം വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി 8 മണി മുതൽ കാസർഗോഡ് നഗരത്തിൽ കാണാൻ സാധിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-ങ്ങളാണ് ഹനാൻ ഷായുടെ ഈ ഒരു പരിപാടിക്ക് എത്തിയത്. ഇതിൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇതിൽ പോലീസ് പ്രധാനമായും പറയുന്നത് 3,000 പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്ന സ്ഥലത്ത് 25,000-ൽ കൂടുതൽ ആളുകൾ എത്തി. അതുകൂടാതെ ഈ പോലീസിന്റെ ഒരു മുന്നറിയിപ്പും ഈ സംഘാടകർ വകവെക്കാൻ തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് 5 പേർക്കെതിരെ, അതായത് ഈ സംഘാടകരായ 5 പേർക്കെതിരെയും കണ്ടാൽ അറിയുന്ന മറ്റുള്ളവർക്കെതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഗാനമേള ആരംഭിച്ചത് മുതൽ വലിയ സംഘർഷമുണ്ടായത്. അതായത് ഈ ടിക്കറ്റ് എടുത്തവർക്ക് അകത്ത് കയറാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ വലിയ സംഘർഷമുണ്ടാവുകയായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട് ഈ പരിപാടി നിർത്തിവെച്ചു.
വെടിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ജനക്കൂട്ടം അക്രമാസക്തമാകുകയും പിന്നീട് പോലീസിൽ ലാത്തിച്ചാർജ് വരെ നടത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ടെത്തി പോലീസ് സമയോചിതമായി അത്തരത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. പലരും കുഴിയിലൊക്കെ വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിൽ സ്ത്രീകളുണ്ട്. ഇതിൽ 20ഓളം പേർക്കാണ് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരുന്നു. ഈ സംഘാടകരുടെ ഭാഗത്ത് തന്നെയാണ് ഇതിൽ പൂർണ്ണമായും തെറ്റ്. 100 രൂപയായിരുന്നു ഇതിന് ടിക്കറ്റ് ഈടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ ആളുകൾ എത്തി. ഒരു 3000ഓളം പേർക്ക് കഷ്ടി പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ഈ പരിപാടിക്കാണ് ഇവർ 25,000-ലധികം ആളുകൾക്ക് ഇത്തരത്തിൽ ടിക്കറ്റ് കൊടുത്തത്. അതായത് കൗണ്ടർ ടിക്കറ്റ് കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അകത്ത് കയറാൻ കഴിയാതെ ആയതോടുകൂടി വലിയ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ഒപ്പം പോലീസ് ഇടപെട്ട് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് പിന്നീട് ഇത് നിയന്ത്രണാതീതമായത്. വലിയ തോതിൽ ആളുകൾ ഇത്തരത്തിൽ സംഘടിക്കുകയും സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോലീസ് എത്തി. അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തിന് തൊട്ട് താഴെ, മൂക്കിന് താഴെ എന്നൊക്കെ പറയേണ്ടി വരും ഈ സംഭവം. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ പെട്ടെന്ന് കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിക്കാൻ സാധിച്ചു. ലാത്തി ചാർജ് നടത്തുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് 3000 പേർക്കായിരുന്നു അനുമതി ഉണ്ടായത്. 25,000-ൽ കൂടുതൽ ആളുകൾ എത്തി. അത് കൂടുതലും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ്. അങ്ങനെ ഇവരാണ് ഇത്തരത്തിൽ ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് അബോധാവസ്ഥയിൽ ആവുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ 100 200 എത്ര രൂപയോ ടിക്കറ്റ് നിങ്ങൾ എങ്ങനെയും വെച്ചോ. ടിക്കറ്റ് സെയിൽസ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിനകത്ത് ഒരിക്കലും ഇതേപോലുള്ള ഒരു അവസ്ഥ വരാൻ പാടില്ല. തിക്കും തിരക്കും വരുന്നത് എപ്പോഴാണ്? ടിക്കറ്റ് ഇല്ലാതെ ഒരു മാസീവ് ക്രൗഡിനെ മുന്നിൽ കണ്ടുകൊണ്ട് വെറുതെ ഒരു പറമ്പ് കൊടുത്തിട്ട് അതിനകത്തൊരു പ്രോഗ്രാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആളുകൾ ഇടിച്ചു കയറുമ്പോൾ ടിക്കറ്റൊന്നും ഇല്ലല്ലോ, എല്ലാവരും വന്നിട്ട് പോയി എന്നുള്ള രീതിക്കൊക്കെ വേണമെങ്കിൽ സംസാരിച്ച് ഒഴിഞ്ഞു പോവാം. എന്നാൽ ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ടിക്കറ്റ് എടുത്ത ആളുകൾ മാക്സിമം ഉള്ളിൽ കയറുന്നുണ്ടോ, ടിക്കറ്റ് എടുത്തവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇതിൻ്റെ സംഘാടകരാണ്. ഒന്ന്. പിന്നെ ഹനാൻ ഷാ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഏതൊരു വ്യക്തിക്ക് പറയാം ഹനാൻ ഷായുടെ ഷോകളിൽ വരുന്ന ഒരു ക്രൗഡിൻ്റെ എണ്ണം എത്രയാവും എന്നുള്ളത്, ബേർ മിനിമം എത്ര ക്രൗഡ് വരും എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഗ്രൗണ്ടാണോ, ഒരു സ്റ്റേജാണോ ഹനാൻ ഷാക്ക്? ഇപ്പം നിങ്ങളുടെ കയ്യിൽ വിറ്റ് പോയ ടിക്കറ്റിൻ്റെ ഒരു കണക്ക് കാണും. ഓൺലൈൻ പോയത്, ഓഫ്ലൈൻ അവിടെ കൗണ്ടർ വെച്ച് വിറ്റു എന്ന് പറയുന്നുണ്ട്. ഓഫ്ലൈൻ ആണെങ്കിലും എത്ര വിൽക്കണം എന്നുള്ളത് ഓൺലൈനിൽ ടിക്കറ്റ് വിറ്റ് പോയതിൻ്റെ ഒരു അളവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ഒരു 3000 പേരെ ഇരുത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ഓൺലൈനിൽ ഒരു 1000 പോയി. 2000 ടിക്കറ്റ് നിങ്ങൾ എവിടെ വിൽക്കാൻ പാടുള്ളൂ? കൗണ്ടറിൽ വിൽക്കാൻ പാടുള്ളൂ. 3000 ആക്കി നിർത്തണം. ഇല്ലെങ്കിൽ 500, 3500. എന്നാലും ഞാൻ പറയുന്നത് ഒരാളെങ്കിലും കൂടുതൽ കയറ്റാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ അവിടെ ഒക്യുപ്പൻസി ഇല്ല അത്രേ കയറ്റാൻ പാടുള്ളൂ. ഒന്ന്. ഇത് അതിന് പുറമെ 10-25,000 ആളുകൾ ഇന്നലെ അവിടെ കയറി എന്ന് പറയുമ്പോൾ ഒരു ലോജിക്ക് എന്താ? അപ്പോൾ ഓൺലൈനിൽ നടന്ന സെയിൽസിൻ്റെ എണ്ണം എത്രയാണ്? ഓൺലൈനിൽ 3000 കഴിഞ്ഞിരുന്നു. എന്നിട്ടും കാശ് കിട്ടണം എന്നുള്ളതിനുകൊണ്ട് 100 രൂപയ്ക്ക് ടിക്കറ്റ് പുറത്ത് വെച്ച് വിറ്റ്. ഇതിൽ നന്നായിട്ടുള്ളൊരു അന്വേഷണം നടക്കണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതൊരു തരം സ്കാമാണ്, നാട്ടുകാരെ പറ്റിക്കുന്ന സ്കാമാണ്. മനസ്സിലായില്ലേ? നാട്ടുകാരെ പറ്റിക്കുന്നത് മാത്രമല്ല, വൻ അപകടം ഉണ്ടായിട്ട് നാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സെലിബ്രിറ്റീസ് ആയ സിംഗേഴ്സ്, സ്റ്റേജ് പെർഫോമേഴ്സ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയിലും കൂടി വന്നിരിക്കും ഈ വിഷയങ്ങൾ മൊത്തം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിലൊരു അന്വേഷണം എവിടെ വേണ്ടെങ്കിൽ ഓൺലൈനിൽ എത്ര ടിക്കറ്റ് വിറ്റു അതിൻ്റെ കണക്ക് ഇവർക്ക് അറിയുമായിരുന്നു. ഇനി അങ്ങനെ ഓൺലൈനിൽ ടിക്കറ്റ് വിറ്റ് പോയില്ലെങ്കിൽ ബാക്കി വന്ന ടിക്കറ്റ് അല്ലേ ഓഫ്ലൈനിൽ കൗണ്ടർ വെച്ച് വിൽക്കേണ്ടത്? ഇത് അതിന് പകരം എങ്ങനെയാണ് 3000-ന് പകരം 10-20,000 ആൾ ഇതിനകത്ത് കയറാനുള്ള സാഹചര്യം ഉണ്ടായത്? അപ്പോൾ അതിനവിടെ പ്രോപ്പർ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ലേ? പിന്നെ പോലീസുകാർ, ഒരു ഇവൻറ്റ് നടക്കുകയാണ് ഒരു നാട്ടിൽ, ഇവൻറ്റ് കമ്മിറ്റി എന്താണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പെർമിഷൻ എടുക്കുക പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെർമിഷൻ എടുക്കുന്ന സമയത്ത് 3000 ആളുകൾ വരും എന്ന് പറയുമ്പോൾ അതിന് ആ 3000-നോ അല്ലെങ്കിൽ ഇനി കൂടുതൽ വന്നാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ആളുകളെയും പോലീസിനെയും അവിടെ എന്താണെങ്കിലും വെക്കണ്ടേ? ഇന്നലെ ഈ പരിപാടി നടന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷനും ഹെഡ് ക്വാർട്ടേഴ്സൊക്കെ അടുത്തായതുകൊണ്ട് പിന്നെ കുറേ പോലീസ് വന്നു എന്നാണ് പറഞ്ഞത്. അല്ലാത്ത സാഹചര്യത്തിൽ അവിടുത്തെ എണ്ണം വളരെ കുറവായിരുന്നു എന്നുള്ളത് അവിടുന്ന് കുറച്ച് പേര് എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ പോലീസ് അണ്ടർ കൺട്രോൾ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടായില്ല. ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇത് ഈ പ്രോഗ്രാമിന് പോയ ഒരു ലേഡി എടുത്ത് അവർ സംസാരിക്കുന്നതാണ്.
നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകരുതെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇന്ന് കാസർഗോഡ് ഫ്ലീ പ്രോഗ്രാമിന് പോയിരുന്നേ. ഓൺലൈനിൽ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. പോകുമ്പോഴത്തേക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൗഡിൽ അത്യാവശ്യം നല്ല തിങ്ങി ഞെരുങ്ങിയിട്ട് ഒരു 1 hourൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറിയത് തന്നെ. ഞാൻ അവിടെ പോയി ആദ്യം എനിക്ക് ചിന്തിച്ചത്, ഇത്രയും ആൾക്കാരെ ഇത്രയും കുഞ്ഞു സ്ഥലത്ത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു സാമാന്യ ബോധം പോലും അവിടെയുള്ള കോർഡിനേറ്റേഴ്സിന് ഉണ്ടായിട്ടില്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഓക്കെ, നമ്മൾ അകത്തോട്ട് ടിക്കറ്റ് എടുത്ത് കയറി. ഞങ്ങളെ കൂടെ തന്നെ ഒരുപാട് ടിക്കറ്റ് എടുക്കാത്ത ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് ജെന്യുവൻ ആണോ എന്ന് പോലും അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പൈസ ഓക്കെ ആൻഡ് ഇത്രയും ടൈമും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഹനാൻഷ വന്നിട്ട് ഒരു 4-5 പാട്ട് പാടിയിട്ട് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ആൾ പോയി. പിന്നെ ഒരു പ്രോപ്പർ സൗണ്ട് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഇവർ ഇത്രയും ആൾക്കാർ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഇവർ ഓൺലൈനിലും അല്ലാണ്ട് ടിക്കറ്റ് സെയിൽ ചെയ്തത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്ക് നേരിട്ട് മാത്രം ടിക്കറ്റ് സെയിൽ ചെയ്താൽ മതിയായിരുന്നു. ഇത് 2 ഭാഗത്തും ടിക്കറ്റ് സെയിൽ ചെയ്തു. ആൻഡ് ഞങ്ങൾ ഒരു 105 rupees നമ്മൾ പേ ചെയ്തത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 500-നൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അകത്ത്. നിങ്ങൾ എന്ത് നീതിയാണ് അവരുടെ അടുത്ത് കാണിച്ചിട്ടുള്ളതെന്നാണ്, ഞങ്ങളോടും എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ആ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ആങ്കറും എല്ലാവരും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ പറയുക, നമ്മൾ ഫ്രീക്ക് വന്നിട്ട് പരിപാടി കാണാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു മിസ്റ്റേക്ക് നിങ്ങളെ നിന്ന് പറ്റി അതുപോലും ആക്സെപ്റ്റ് ചെയ്യാത്ത ആറ്റിറ്റ്യൂഡായിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളൊന്ന് അഭിപ്രായം പറയണം, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. എൻ്റെ പേഴ്സണലി അഭിപ്രായം എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ത്രൂ രേഖപ്പെടുത്തണേ. കാശ് കൊടുത്ത് അകത്ത് കയറിയവരാണ് ഈ പറയുന്നത്. വിഷ്വലിന് വളരെ എവിഡൻ്റ് ആണ്. ഇവരൊക്കെ കാശ് കൊടുത്ത് അകത്ത് കയറിയ ആൾക്കാർ 100-നും 500-നൊക്കെ ടിക്കറ്റ് എടുത്ത് കള്ള ടിക്കറ്റ് എടുത്ത് കയറേണ്ട ഒരു അവസ്ഥ. ഈ സംഘാടകർ ഇപ്പോഴത്തെ ഫെയിം ആരാ നിൽക്കുന്നത്, അവരെ വലിച്ചു പിടിച്ചു കൊണ്ടുവന്നൊരു പ്രോഗ്രാം എങ്ങനെയും തട്ടിക്കൂട്ടി നടത്താനുള്ള ഒരു പരിപാടിക്കാണ് അധികം ആൾക്കാരും നോക്കുന്നത്. ദയവേത് പോണ നാട്ടുകാരോടെ പറയണം, നിങ്ങളൊരു പരിപാടിക്ക് പോകുമ്പോൾ ആ പരിപാടിയിൽ സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കണം ദയവ് ചെയ്തിട്ട്. മനസ്സിലായോ? തട്ടുകൂട്ട് പരിപാടിയാണെന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ എന്തിനാണ് മരിക്കാൻ വേണ്ടിയാണ് കയറി ചെന്ന് കൊടുക്കുന്നത്? ഹനാൻഷാൻ്റെ ഷോ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികളും അമ്മമാരൊക്കെയാണ്. ഓക്കെ, ഈ വരുന്നവരെ പോകുന്നവരെ കുറ്റമല്ല ഞാൻ പറയുന്നത്. ഈ വരുന്ന ആൾ ക്രൗഡ് എന്താവും എന്നുള്ളത് ഒരു എക്സ്പെക്റ്റേഷൻ ഇവൻറ്റ് നടത്തുന്നവർക്ക് വേണ്ടേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇനി തീരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ബാക്കിയൊക്കെ നമ്മൾ മോസ്റ്റ് മോഡേൺ ആവാം, നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കരമായിട്ടുള്ള പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാം. ഒരു ഇവൻ്റ് എങ്ങനെ നടത്തണം എന്നുള്ളത് ഇപ്പോഴും മലയാളി പഠിച്ചിട്ടില്ലേ? മലയാളിക്ക് ബാക്കി എല്ലാം അറിയാം. ഒരു ഇവൻറ്റ് നടത്തണമെങ്കിൽ ഇപ്പോഴും 2 ടാർപ്പായും ഒരു മൈക്കും 10 ലൈറ്റും 2 മൈക്ക് സെറ്റും വെച്ചിട്ട് അവിടെ പൂരപ്പറമ്പിൽ ആളെ നിറയ്ക്കണോ അതിൽ കുത്തി നിറയ്ക്കുകയാണോ വേണ്ടത്? ഒരു ഇവൻ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളതിനുപരി ആ ഇവൻറ്റ് നടത്തിയെന്ന് കാശ് എങ്ങനെ അടിച്ചു മാറ്റണം എന്നുള്ളത് മാത്രം ചിന്തിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഒരു പ്രോഗ്രാം. ഒരു ഹനാൻഷ ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരാളിപ്പോൾ, ഏറ്റവും കൂടുതൽ ഫാമിലി ക്രൗഡ് വരുന്നത് ഫുള്ള് സ്ത്രീകളും കുട്ടികളും ആവുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ളത്, ഇനിയിപ്പോൾ തുള്ളാനുള്ള സ്ഥലം നിങ്ങൾ മാറി വെച്ചോ, കുറച്ച് ആൾക്കാർ പോയി തുള്ളിക്കോട്ടെ, ബാക്കിയുള്ളവർ ഇരുത്തിയാൽ പോരെ, അതും ഇല്ല. അപ്പം ചിലവ് എവിടെയൊക്കെ കുറയ്ക്കണം എന്നുള്ളതാണ് മാക്സിമം നോക്കുന്നത്. പിന്നെ ഇതേപോലെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരു ഓഡിറ്റും ഇല്ല, അത് ടിക്കറ്റ് അങ്ങോട്ട് അഴിച്ച് വിൽക്കുക തന്നെ. പിന്നെ ഈ വരുന്ന ആൾക്ക് അയാൾ പെർഫോം ചെയ്യാൻ വരുന്നതാണ്, മനസ്സിലായോ? അല്ലാതെ ആൾക്കൂട്ടത്തിൽ വന്ന് ടാറ്റ കാണിച്ച് പോകുന്ന രാഷ്ട്രീയക്കാരനല്ല ഒരു പെർഫോമർ എന്ന് പറയുന്നത്. ഹനാൻഷ വന്നു 4 പാട്ട് മാത്രമേ പാടിയുള്ളൂ എന്ന് പറയുമ്പോൾ ഹനാൻഷയ്ക്ക് ഒരു മൂഡ് ക്രിയേറ്റ് ആവേണ്ട ഒരാൾക്ക് മുന്നിൽ നല്ല റെസ്പോണ്ട് ചെയ്യുന്ന അത്യാവശ്യം വളരെ ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു ക്രൗഡിനെ കണ്ട ആരാണെങ്കിലും പെർഫോം ചെയ്യും. ഇത് ഇയാൾ പെർഫോം ചെയ്യുന്നതോറും അവിടെ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ തന്നെ ഒരിക്കലും ഒരു ഇവൻറ്റിന് 3-4 മണിക്കൂർ മുന്നേ ആ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ആളെ കയറ്റി വിടാൻ പാടില്ല. ഇവിടെ എന്താ നമ്മൾ വേടൻ്റെ ഷോ മുതൽ ഹനാൻഷാൻ്റെ ഷോയിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ, ഒരു ഇവൻറ്റ് നടക്കുകയാണ്, അതിൻ്റെ ഒരു 4-5 മണിക്കൂർ മുന്നേ ആദ്യം വന്ന് മറ്റേ ബസ്സിലും ട്രെയിനിലും ടവലിട്ടിട്ട് സീറ്റ് പിടിക്കണം, അതിൽ കുറേ ആൾക്കാരോട് വരും, എന്നിട്ട് അവിടെ നിൽക്കും, അന്തം വിട്ട് അങ്ങനെ നിൽക്കും. ഇവരാരെ ഉള്ളിൽ കയറ്റേണ്ട ആവശ്യം എന്താ? ഇവരൊന്നും നിങ്ങൾ ഉള്ളിൽ കയറ്റേണ്ട. ഇതൊക്കെ ഇവൻറ്റിൻ്റെ ടീമാണ് ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ഇവിടെ ഇവൻറ്റ്സ് നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ആരും ഇല്ലടി. കാസർഗോഡ് ഇവൻറ്റ് നടന്നിട്ടുണ്ട്. ബൈ ദ വേ, അത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, കാസർഗോഡ് ഞാൻ അറ്റൻഡ് ചെയ്ത 1-2 ഇവൻറ്റുകളുണ്ട്. കാദർബായിയാണ് ആ സാധനം അന്ന് ഹാൻഡിൽ ചെയ്തത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ശരിക്കും ഇവൻറ്റുകളെ ഹാൻഡിൽ ചെയ്യാൻ 1-2 ആൾക്കാർ വേണം. ഞാൻ ഈ മനുഷ്യൻ കഴിഞ്ഞ കൊല്ലം രമേഷ് പിഷാരടിയൊക്കെ ഉള്ളൊരു ഇവൻ്റാണ്. ആ ഇവൻ്റ് ഒരു സ്റ്റേഡിയത്തിലാണ്, കാസർഗോഡ് ഒരു സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഇന്ത്യയിൽ ക്ലിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ സാധനം അവിടെ എടുത്ത് വെക്കേണ്ട, ആ ക്ലിപ്പ് ഞാൻ എടുത്ത് വെക്കേണ്ടത്.
ഈ ചെങ്ങാതി കാതർവായി കയറിയിട്ട് അന്ന് കസാലയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു അവിടുന്ന് കുറേ ആൾക്കാർ, ഭയങ്കര സീന്. അന്ന് ലൈക്ക് ഡാബ്സി ഉണ്ട്, ബേബി ജീൻ ഉണ്ട്, അന്ന് അവർ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ പാട്ട് കേൾക്കാനും ഇതിനൊക്കെ ക്രൗഡ് കയറിയിട്ട് ഇയാൾ സ്റ്റേജിൽ കയറിയിട്ട് 2-3 വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സാധനം ഞാൻ എന്താണെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് പ്ലേ ചെയ്യാം. ഞാൻ ആ സാധനം എൻ്റെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എന്താണെങ്കിലും ഇപ്പോൾ അത് പ്ലേ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തോ. ആക്കുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, അതൊരു ഫാക്റ്റാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കുറച്ച് എന്റെ പ്രായത്തിലുള്ള യുവാക്കളാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് ഇന്നിവിടെ കൊണ്ടുവന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം അത്യാവശ്യമായിരുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് ആവശ്യമായിരുന്നു. അതൊക്കെ ആ ഒണ്ണമിന്റെ ടീം കൈകാര്യം ചെയ്ത് അത് വിജയത്തിലേക്ക് എത്തിച്ചത് ഇങ്ങനെ ഒരു സ്റ്റേജ്. നിങ്ങൾക്ക് എനിക്കറിയാം, ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ഏതെങ്കിലും ഒരാള് റേഞ്ചർ ഓവറിലോ എങ്ങനെയുണ്ട്, അതായത് കറക്റ്റ് ഓഡിയൻസിനെ പിടിച്ചിരുത്താനും കൂടി പറ്റണം എന്നുള്ളത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ വെച്ചതാണ്. കാരണം ഞാൻ പോയ സമയത്ത് ഞാൻ അവിടെ കണ്ട ഒരു സിറ്റുവേഷൻ വളരെ മോശമായി പോകുന്ന സമയത്ത് ഒരാൾ മൈക്ക് എടുത്തിട്ട് പറയാം, നമ്മുടെ നാട്ടിൽ ഇതേപോലൊരു സീൻ ഇത് എല്ലാ വട്ടം ഉണ്ടാവുകയാണ്, ഇനി എന്തിന് നമ്മുടെ നാട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവരണം നാട്ടുകാരോട് ചോദിച്ചത് നാട്ടുകാരുണ്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു മട്ട്. ഒന്ന് ഇവൻ്റ് ടീം മര്യാദയ്ക്ക് കാരണങ്ങൾ ഓർഗനൈസ് ചെയ്താൽ അത് മുന്നിൽ നടത്താൻ 2-3 ആൾക്കാർ വേണം. പിന്നെ ഇത് നടത്തുന്ന ആൾക്കാരുടെ ബോധവും ബുദ്ധി എന്ത് വേണം, നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വരുന്ന ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇവൻ്റ് അല്ല നിങ്ങൾ നടത്തേണ്ടത്. കാരണം ഇതൊക്കെ ലാസ്റ്റ് പോയിട്ട് എഫക്റ്റ് ചെയ്യാതെ അറിയോ, ആ ഇവൻറ്റിന് നിങ്ങൾ ആരെയാണോ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ആ വ്യക്തിക്ക്. ഇതിപ്പോൾ ഹനാൻ ഷാൻ്റെ അവസ്ഥ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണോ വേടന് സംഭവിച്ചത് അതിൻ്റെ ഒരു സൈഡ് തന്നെയാണ് ഇനിയിപ്പോൾ ഹനാൻ ഷായ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. ഹനാൻ ഷായുടെ ഷോകളിൽ ഇനി ഇതേ അവസ്ഥയായിരിക്കും. ഹനാൻ ഷോയ്ക്ക് മര്യാദയ്ക്ക് ഷോ നടത്താൻ പറ്റാത്തൊരവസ്ഥ. ഈ തിക്കും തിരക്കും അടിയും കച്ചറിയും ഇതൊക്കെ ഹനാൻ ഷായുടെ ഷോനെയല്ലേ ബാധിക്കുക. ഒരു ആർട്ടിസ്റ്റിന് അയാൾക്ക് ചിലപ്പോൾ അത് അയാളുടെ ഫെയിം, അല്ലെങ്കിൽ ഇപ്പോൾ ഹനാൻ ഷാ നല്ലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഹനാൻ ഷാ എഫക്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ ആരൊക്കെ ഇട്ടത് ഹനാൻ ഷാ റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഹനാൻ ഷാ ചെയ്യുന്നത് വളരെ ഡേഞ്ചർ പരിപാടിയാണ്. ഓക്കെ, ഞാൻ പോയ ഷോയിൽ ഇത്ര ആളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഹനാൻ ഷായ്ക്ക് അത് ചെയ്യാം. ബട്ട് നിങ്ങളുടെ ആ ഷോ നടന്ന സ്ഥലത്ത് ഇന്നലെ തലനാരിഴയ്ക്കാണ് അപകടം മിസ്സായത്. ഒരു അപകടം നടന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ സ്റ്റോറി ഇടാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്, ഹനാൻ ഷായ്ക്കോ അല്ലെങ്കിൽ വേറൊരു ആർട്ടിസ്റ്റിനൊക്കെ. നിങ്ങളുടെ ക്രൗഡിനെ നിങ്ങൾ വിളിച്ച് വരുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ അവയർനെസ് കൊടുക്ക്, മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന്. രണ്ടാമത്, നിങ്ങൾ ഏതൊരു ഓർഗനൈസറാണോ നിങ്ങളെ വിളിച്ചിട്ട് ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്നത്, അവരുടെ അടുത്ത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യും നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ട്, നിങ്ങളെ കാണാൻ വരുന്ന നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം നിങ്ങൾ കാണാൻ വരുന്ന ആളുകൾ ഭയങ്കര സേഫാന്നുള്ളത്. നിങ്ങളെല്ലാവരും പാട്ടുകാർ നിങ്ങളുടെ സൗണ്ട് ചെക്കിന് പോകുമല്ലോ ഒരു സ്ഥലത്ത്, നിങ്ങൾ ആ സൗണ്ട് ചെക്ക് നടത്തുമ്പോൾ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നോക്കണം, ഇവിടെ എത്ര ആൾക്കാർ വരും, ഇവിടെ സ്റ്റാമ്പേഡ് ഉണ്ടാവുമോ, ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും, എന്നെ കാണാൻ വരുന്നവർക്ക് എന്നെ കാണാൻ പറ്റുമോ, എന്നെ കേൾക്കാൻ വരുന്നവർക്ക് എന്നെ കേൾക്കാൻ പറ്റുമോ, അതും കൂടി നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്താൽ നിങ്ങളുടെ ഭാഗത്തും വളരെ വളരെ സേഫായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്കും കിട്ടും. ഓക്കെ, പിന്നെ ഇന്നലെ ഒരുപാട് മറ്റേ കുട്ടികൾക്ക് തല്ല് കിട്ടുന്നതും കുട്ടികൾ അവിടെ കിടന്ന് ഒച്ചയും വിളി ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു 18, 19, 20 വയസ്സ് ആ പ്രായമുള്ള മക്കൾ. ഇതിന് മോനെ കമൻറ്റ് ബോക്സ് ഒരു സൈഡിലിതാ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരുന്നത്. 2-3 കമൻസ് ഇവിടെ ഉണ്ട്. പണ്ട് പാവപ്പെട്ട തമിഴന്മാരെ വെളിവില്ലാത്തവരെന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നു. ആ കളിയാക്കിയവന്മാരുടെ 2K മക്കൾക്ക് ഇന്ന് തമിഴന്മാർക്ക് പഠിക്കുകയാണ്. എന്നാണാവോ ഒരു വകതിരിവ് വരിക, എല്ലാം അണ്ണന്മാരുടെ ശാപം. ഓക്കെ, ഇങ്ങനെയുള്ള പരിപാടിയിൽ വരാൻ പാടില്ല. 6 മണിക്കൂറിലധികം കുട്ടികളും സ്ത്രീകളും ഒരു കസേര പോലും ഇല്ലാതെ നിർത്തിയില്ലേ. തിക്കിലും തിരക്കിലും പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളെ കാണണമായിരുന്നു. സംഘാടകർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് സംഘാടകരുടെ കാര്യങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എന്താണോ ഹനാൻ ഷാ ഏതാ ഇവൻ അറിയാത്തവരുണ്ടോ, ഈ യൂണിവേഴ്സ് നമുക്കറിയില്ല, അങ്ങനത്തെ കുറേ കമൻറ്റുകൾ. അടുത്തൊരു കമൻറ്റ്, എൻ്റെ കാസർഗോട്ടുകാരെ അനാവശ്യമായ പരിപാടികൾക്ക് പോയി തിക്കും തിരക്കും ഉണ്ടാക്കി അപകടം വിളിച്ചു വരുത്തുമ്പോൾ ഓർക്കുക, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കൊണ്ടുപോയി ചികിത്സ നടത്താൻ മതിയായ സൗകര്യങ്ങളുള്ള ആശുപത്രി പോലും നമ്മുടെ ജില്ലയിലില്ല. എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോലും ഇല്ലാത്ത നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ പണി തുടങ്ങിയിട്ട് 11 വർഷത്തിലേറെയായി. ഇന്നും അത് പൂർത്തീകരിക്കാൻ അധികാരികൾക്കും സാധിച്ചിട്ടില്ല. നാടിനു വേണ്ടി ഒരു കാര്യത്തിനു വേണ്ടിയും ഈ ഒരു ഒത്തൊരുമ ഈ ഒരു കൂട്ടായ്മയും കാണാറില്ല. അനാവശ്യ അല്ലാതെ എന്തു പറയാൻ.
ഒരു നാട്ടിലും ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ ഒരു കൂടിച്ചേരലൊക്കെ എൻ്റർടൈൻമെൻറ്റിന് കാണും, അല്ലാതെ നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ വളരെ കുറവ് തന്നെയായിരിക്കും. പക്ഷേ ഈ വ്യക്തി എഴുതിയിട്ട കാര്യങ്ങൾ കാസർഗോഡുള്ള വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കമൻറ്റാണ്. ഓക്കെ, ഇനി അടുത്തത് 18ഉം 15ഉം പ്രായമുള്ള പെൺകുട്ടികളുടെയും വില കൂടിയ ഐഫോൺ കൊടുത്തു പറഞ്ഞയക്കുന്ന വകതിരിവില്ലാത്ത തള്ളമാരിലുള്ള ശക്തമായ മറുപടിയാണ് ഇന്നത്തെ കാസർഗോഡ് ഉണ്ടായത്. ഇനി അൻസാരി സൂരി ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസറാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ്, ഇങ്ങനെ എഴുതിയിട്ടത് കാര്യമായി കൊടുത്തോളൂ. അതായത് കുട്ടികൾക്ക് അടി കിട്ടുന്ന ഒരു പോലീസുകാരൻ അടിക്കുന്ന വീഡിയോന് അടിയിൽ എഴുതിക്കുക, കാര്യമായി കൊടുത്തോളൂ, സന്തോഷമേ ഉള്ളൂ, നാടിനും നാട്ടുകാർക്കും ഗുണമില്ലാതെ ശല്യമായാൽ ഇതേ മാർഗമുള്ളൂ എന്നുള്ളത്. അല്ല ഇവരൊക്കെ ഈ കുട്ടികളെ 2K കുട്ടികളെ പറയുന്ന ഓരോ വ്യക്തികളോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ പ്രായത്തിൽ, ഇപ്പം ഞാൻ 30+ ആണ്, ഓക്കെ, ഞാൻ എൻ്റെ 18ഉം 20ഉം വയസ്സുള്ള സമയത്ത് കോട്ടക്കുന്നിൻ്റെ മുകളിലും MSP ഗ്രൗണ്ടിലും പ്രോഗ്രാംസ് നടന്ന സമയത്ത് ഇതിനും വലിയ അടികൾ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാം കൊളാവുന്നത് കണ്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ, ഞാൻ ജില്ലയല്ല പറഞ്ഞത്, മലപ്പുറം അങ്ങാടി, മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മര്യാദയ്ക്കൊരു പ്രോഗ്രാം ഇന്നേ വരെ അവിടെ നടന്നു പോയിട്ടുണ്ട് എൻ്റെ അറിവിൽ, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവാണ്. കാരണം ഒരു റിമി ടോമിൻ്റെ പ്രോഗ്രാമാണ്, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കോട്ടക്കുന്നിൻ്റെ അടിയിൽ നടന്നത്. കസാനി കല്ലൊക്കെ ഇന്ന് പറയുന്നു, അടിയാണ്, സെവൻസിന് അടി. ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ സെവൻസിന് അടിയാണ്, സ്പോർട്സ് അടക്കം അടി നടക്കാറില്ല മലപ്പുറത്ത്. 2K കിഡ്സ് അടി ഉണ്ടാക്കുന്നത്. ഈ 2K കിഡ്സിൻ്റെ ആവശ്യമുള്ള ഒരുപാട് 90s കിഡ്സും അല്ലെങ്കിൽ അതിന് മുന്നേ ജനിച്ച ആളുകളും ഉണ്ട്. അവർ 2K കിഡ്സിനെ ആകർഷിച്ച്, ആ ക്രൗഡിനെ ആകർഷിച്ച് അവരെ ഇന്ന് പൈസ കിട്ടണം, അവരുടെ വിസിബിലിറ്റി കിട്ടണം എന്നാണ് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാത്ത സംഘാടകരെ പറയും നിങ്ങൾ. മനസ്സിലായില്ലേ? നിങ്ങൾ സംഘാടകരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. സംഘാടകർ 2K കിഡ്സ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഇത് 2K കിഡ്സ് ആണോ സംഘാടകർ? ഒന്നിനാത്രം പോകുന്ന മുട്ടൻ ആളുകളല്ലേ ഇതിൻ്റെ സംഘാടകരായിട്ട് ഇരിക്കുന്നത്. ഓരോ പ്രോഗ്രാമും വെക്കുന്ന സംഘാടക കമ്മിറ്റി നിങ്ങൾ എടുത്തു നോക്ക്, 10, 30, 40, 50 വയസ്സായിട്ടുള്ള ആൾക്കാരാ. അതിലൊക്കെ യൂത്തിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. യൂത്തിൻ്റെ എണ്ണം കൂടുതലുള്ള യൂത്ത് നടത്തുന്ന പ്രോഗ്രാം ഇതിലും അടിപൊളിയായിട്ട് നടക്കുള്ളൂ. അവർക്ക് ഇപ്പോഴത്തെ ടെക്നോളജി അറിയാം, ഇപ്പോഴത്തെ കുട്ടികളുടെ വൈബ് അറിയാം, എങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം എന്നുള്ളതിൻ്റെ പുതിയ കോൺസെപ്റ്റുകൾ അറിയുന്ന കുട്ടികളുണ്ടാവും. അതൊന്നും അറിയാതെ ചാടി കയറും. പിന്നെ ഹനാൻ ഷാ, മതം, പെൺകുട്ടികൾ, തട്ടമിട്ട കുട്ടികൾ, മുസ്ലിം ക്രൗഡ്, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും കുരു കൊട്ടുന്ന കുറേ ഉസ്താദുമാർ വേറെ ഉണ്ട്. അവരോട് പറയാനുള്ളത്, ഇങ്ങളെയൊക്കെ പരിപാടികൾക്ക് റോഡും ബ്ലോക്കാക്കി. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നടക്കാറുണ്ട് 17-ാം രാവിൻ്റെ അന്ന് ആ സ്വലാത്ത് നഗറിൽ ഒരു പരിപാടി, റോഡ് നാഷണൽ ഹൈവേ ബ്ലോക്കാണ്, നാഷണൽ ഹൈവേ ബ്ലോക്ക്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കും നടക്കാനും ഇരിക്കാനും പറ്റാത്ത രീതിയിൽ ഫുള്ള് തിരക്ക്, ക്രൗഡ്, അതിനിടയിൽ കുറേ എണ്ണം അന്തം വിട്ട് നടക്കൽ, ഇങ്ങനെ കുറേ നടക്കാറുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും നടക്കാറുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മതത്തിൻ്റെ കണ്ണു കൂടി നോക്കുമ്പോൾ, മതപരമായിട്ട് നോക്കുമ്പോൾ, അല്ലാ പാട്ടും കൂത്തും പ്രശ്നവും പിശാച് നരകം, ഇതായിരിക്കും. എൻജോയ് ചെയ്യണം. ആ എൻജോയ് ചെയ്യാൻ ഇവിടെ എന്ത് വേണം? ഇതേപോലുള്ള പരിപാടികൾ വേണം. പക്ഷെ അത് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് ഒരു ആർട്ടാണ്. ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. മനസ്സിലായില്ലേ? അത് ചെയ്യാൻ പഠിക്കണം, അറിയണം. ഇതൊന്നും ഇല്ലാതെ കുറച്ചാളെ കുത്തിക്കയറ്റണം, യങ് ക്രൗഡിനെ അട്രാക്ട് ചെയ്യാൻ ഒരു വേടനെ കൊണ്ടുവരണം, ഒരു ഹനാൻ ഷാനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് 4 ആളെ കൊണ്ടുവന്ന് എന്നിട്ട് പിന്നെ വരുന്ന ക്രൗഡിന് തെറ്റും കുറ്റം. ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു രീതി, ഒരു അന്തമില്ല. ഞാൻ പറയുമ്പോൾ പോലീസുകാർ ഒരു ഇവൻ്റ് ഇതേമാതിരി ഒരു 1000-ൻ്റെ മുകളിൽ ആളുകളുള്ളൊരു പ്രോഗ്രാം, ഇനി വേണ്ട ഒരു 100-ന് മുകളിലുള്ളൊരു പ്രോഗ്രാം എവിടെയെങ്കിലും നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തൊരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ പ്രൊജക്റ്റ് എന്താണെന്ന് ചോദിക്കണം, പ്രൊജക്റ്റ് ഡിസൈന് ചോദിക്കണം. എവിടെ ആരൊക്കെ ഓക്യുപ്പൈ ചെയ്യും, എവിടെ നിന്നൊക്കെ എൻട്രി വരും, ഇവിടെ നിന്നൊക്കെ എക്സിറ്റ് വരും എന്നുള്ളത്. അത് ചോദിച്ചിട്ട് നിങ്ങൾ ഇനി ഒരു സാധനത്തിന് പെർമിഷൻ തന്നെ കൊടുക്കാൻ പാടുള്ളൂ ഈ നാട്ടിൽ. ഇല്ലെങ്കിൽ എന്താ ഇത് വൻ വിപത്തിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സെവൻസും കാര്യങ്ങളൊക്കെ തുടങ്ങാനായി പരിപാടികൾ മലപ്പുറത്തൊക്കെ. ഇതിനൊന്നും ഒരു തരത്തിലും എന്തില്ല, വെറുതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് പോരും. ലാസ്റ്റ് കെട്ടിപ്പൂട്ടിയ മോളേൻ്റെ സ്റ്റേഡിയം തകർന്നു വീഴും, ഇല്ലെങ്കിൽ ഗ്രൗണ്ടിൽ അടി ഉണ്ടാവും, ഒക്കെ നടക്കും. തെറ്റ് ലാസ്റ്റ് 2K കിഡ്സിൻ്റെ തലയിൽ കൊള്ളാൻ താണെന്നുണ്ടെങ്കിൽ